ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തനി നാടൻ റെസിപ്പി ആയിട്ടാണ്. നമ്മളൊരു തട്ടുകടയിലൂടെ പോകുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയായിരിക്കും. അതേ ചിക്കൻ ഫ്രൈ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് കിടക്കുന്ന മുമ്പായിട്ട് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമല്ല ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓളും കൂടി കൊടുത്താൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചെയ്യും. അപ്പോൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ പീസാക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനിലേക്ക് ലേശം കല്ലുപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്മി വെച്ചായിരുന്നു. ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് ക്ലിയർ വാട്ടർ ആവുന്ന വരെ നന്നായിട്ട് കഴുകിയെടുക്കാൻ വേണം. അങ്ങനെ കഴുകിയെടുത്തിരിക്കുന്ന ചിക്കനാണിത്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ കുറച്ച് ചേരുവകളും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആയാലും ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചതച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് പൊടികൾ എക്സ്ട്രാ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചതച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ അളവിൽ തന്നെ, അതായത് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ എടുത്ത പോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. ഈ ഇഞ്ചിയും നമുക്ക് പേസ്റ്റായിട്ടും ചേർക്കാം. അതുപോലെ തന്നെ അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി അധികം വേണ്ട, കുറച്ച് മാത്രം മതി. ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് സാധാരണ മുളക് പൊടിയാണ്. നമുക്ക് വേണമെങ്കിൽ കളറിന് പിരിയൻ മുളകിൻ്റെ പൊടിയും ചേർക്കാം. പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇതിപ്പോൾ അധികം സ്പൈസി ആയിരിക്കില്ല, മീഡിയം സ്പൈസി ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് ക്രഷ്ഡ് ചില്ലി. അതായത് ഇതുപോലെ പാക്കറ്റിൽ മുളക്, വറ്റൽ മുളക് പൊടിച്ചിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്പൈസ് പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അഥവാ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കണം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വേണ്ടത് പെരിഞ്ജീരകമാണ്. അതൊരു ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം. ഈ പെരിഞ്ജീരകം ആ മസാലയിൽ പൊതിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയതിന് ശേഷം ആ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകം ഒരു രുചി തന്നെയാണ്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതായത് ചോളമാവാണിത്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി ഇതിന് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ലെമൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലെമൺ ജ്യൂസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ലെമണിന് പകരം നമുക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ വീട്ടിലുള്ള സുർക്കയിലും മതി. ഇനി ഇതിനൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 1 മുട്ടയുടെ പകുതി ജസ്റ്റ് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ എടുക്കുന്നത് 1 കിലോ ചിക്കൻ ആണെങ്കിൽ 1 ഫുൾ മുട്ട ചേർക്കാം. അതേസമയം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ആ മുട്ടയുടെ പകുതി ചേർത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചിക്കൻ ആ ഒരു തട്ടുകടേൻ്റെ രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വീട്ടിൽ ചെയ്യുമ്പോൾ കളറേ ചേർക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു നുള്ളു മാത്രം പെർമിറ്റഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കളറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിക്ക് തിരുമ്മി തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ചിക്കൻ ഞാൻ നല്ല രീതിക്ക് തിരുമ്മി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. കാരണം നമ്മൾ ഇട്ടിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ചെറിയ ഈർപ്പുണ്ടല്ലോ, അത് പോരാണ്ട് നമ്മുടെ ചിക്കനിലും ചെറിയൊരു ഈർപ്പുണ്ടോ, അപ്പോൾ അത് തന്നെ മതിയാവും. ഇനിയിപ്പോൾ ഈ ചിക്കൻ നമ്മൾ നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ലെവലിലായിരിക്കണം നമ്മുടെ മാരിനേഷൻ ചിക്കനിൽ പൊതിഞ്ഞിരിക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. പറ്റിയാൽ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് നന്നായിട്ട് പൊതിയുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധാരണ തട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുക. കഴിയുന്നതും ഒരു 1 ഹവറെങ്കിലും മാരിനേഷൻ ചെയ്യുക. 1 ഹവർ എന്നുള്ളത് ഓവർനൈറ്റ് ആയാലും പ്രശ്നമില്ല, പക്ഷേ മാരിനേറ്റ് ആവാതെ നമ്മൾ എടുക്കരുത്. മാരിനേറ്റ് ആയാലും നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ ചിക്കൻ വറുത്ത് കോരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ ഓവർനൈറ്റ് വെച്ചിരുന്ന ചിക്കനാണ്. ഇനി നമുക്കിത് വേറൊന്നും ചെയ്യാനില്ല, എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ടെസ്റ്റോസ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നമ്മളുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിരിക്കണം. അതായത് ചൂടായിട്ട് നല്ല പുകഞ്ഞ് വരേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല ചൂട് വേണം. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ചിക്കൻ വറുത്ത് കോരാൻ സാധിക്കുള്ളൂ.
അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മൾ എണ്ണയുടെ ചൂടാണ്. രണ്ടാമതായിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചൂടിൻ്റെ പാകം ഒന്ന് ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനിയിപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലോട്ട് വെക്കും. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായാലും വെച്ചാൽ മതി. അതിനുശേഷം ഇത് കുറച്ച് സമയം ഞാനിന്ന് അടച്ചു വെക്കും. അങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിൻ്റെ അകത്ത് ഒരു സ്റ്റീം കയറുകയും ചെയ്യും. അതേസമയം നമ്മുടെ ചിക്കൻ അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കൻ ഇട്ടപാടെ കൊണ്ടുപോയി തവിയിട്ട് ഇളക്കരുത്. കാരണം പെട്ടെന്ന് ആ മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന മസാലയൊക്കെ പൊടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ തിരിച്ചിടാനായിട്ട് സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചിലരെങ്കിലും ഇത് അടച്ചു വെക്കാതെയാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ നമുക്കിത് അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മുരിച്ച് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് തുറക്കുമ്പോഴേക്കും നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈൻ്റെ മണം കൊണ്ട് ഈ അടുക്കള മൊത്തം നിറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. നല്ലപോലെ അകമൊക്കെ വെന്തും കിട്ടിയിട്ടുണ്ട്. അതേസമയം പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞിരിപ്പുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ചേർത്തിരിക്കുന്ന മസാല പൊടികളുടെ അംശം അവിടെ എണ്ണയിൽ ചുറ്റിനും കിടപ്പുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ അത് ഈ ചിക്കൻ വറുത്ത് കോരിയെടുക്കുമ്പോൾ തന്നെ കോരിയെടുക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടാൽ തന്നെ അറിയില്ല, മാംസത്തിൽ നിന്ന് കുറച്ച് വിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഒന്ന് ഹൈയിലോട്ട് മാറ്റിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നതാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു 2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. അതായത് കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കരിവേപ്പില സാധാരണ ഈ ചിക്കൻ മാരിനേഷൻ ഇടുന്ന സമയത്ത് ചേർക്കാറില്ല. കാരണം ആ കരിവേപ്പില ആദ്യമേ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും. പിന്നെ ഒരു ടേസ്റ്റ് ഡിഫറൻസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനമേ കോരുന്ന സമയത്തിൽ ചേർക്കാറുള്ളൂ. ഇപ്പോൾ നമ്മുടെ മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ രുചിയൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ആരും തട്ടുകടയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് കോരി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ചേരും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവർ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.